മുകേഷിനെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ വളരാൻ അനുവദിക്കരുതെന്ന ദീപ നിശാന്ത്. നടനും MLA-യുമായ മുകേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി അധ്യാപികയും ഇടതുപക്ഷ സഹയാത്രികയുമായ ദീപ നിശാന്ത്. മുകേഷിനെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ വളരാൻ അനുവദിക്കരുതെന്നാണ് ദീപ നിശാന്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വീണ ജോർജിന്റെ മുഖാമുഖം പരിപാടിയിൽ മുകേഷിന്റെ മുൻ ഭാര്യ സരിത നടത്തിയ വെളിപ്പെടുത്തലുകളും ദീപ നിശാന്ത് കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സിനിമകളിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ വീട്ടിൽ ഒരു സ്ത്രീയോട് ചെയ്ത ക്രൂരതകളാണ് സരിതയുമായുള്ള അഭിമുഖത്തിലുള്ളതെന്നും അന്നും അതൊരു പരിമിത വൃത്തത്തിനപ്പുറം ചർച്ചയായില്ലെന്നും ദീപ നിശാന്ത് പറയുന്നു. ഇടതുപക്ഷമാണെന്ന അഭിമാന ബോധത്തോടെ തന്നെയാണ് പറയുന്നത്. നാഴികയ്ക്ക് 40 വട്ടം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞു നടക്കുന്ന അയാളെപ്പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ ഇനിയും വളരാൻ അനുവദിക്കരുതെന്നാണ് ദീപയുടെ കുറിപ്പിൽ പറയുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ത്യ മിഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മുഖാമുഖം എന്ന പരിപാടിയിൽ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുമായി നടത്തിയ സംഭാഷണമാണ്. 3-4 വർഷം മുൻപാണ് സരിതയുടെ ഈ അഭിമുഖം ശ്രദ്ധയിൽപ്പെട്ടത്. പൊള്ളിപ്പിക്കുന്ന വാക്കുകളാണ്, കേൾക്കണം. സിനിമകളിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ വീട്ടിൽ ഒരു സ്ത്രീയോട് ചെയ്ത ക്രൂരതകൾ ഇതിലുണ്ട്. ഒരു പരിമിത വൃത്തത്തിനപ്പുറം ആരും ചർച്ച ചെയ്തില്ല. അയാൾക്കൊന്നും നഷ്ടപ്പെട്ടതുമില്ല. കാണണം, ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇടതുപക്ഷമാണെന്ന അഭിമാന ബോധത്തോടെ തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. സരിതയോട് മുകേഷ് ചെയ്ത ക്രൂരതകൾ ഉന്നയിച്ച് ദീപ നിശാന്ത് രംഗത്ത് വന്നതും വിമർശനവുമായി CPM നേതാവ് വന്നതുമൊക്കെ കേരളത്തിലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ്. നടനും കൊല്ലം MLA-യുമായ മുകേഷ് മുൻ ഭാര്യയും നടിയുമായ സരിതയോട് ചെയ്ത ക്രൂരതകൾ സമൂഹ മാധ്യമത്തിലൂടെ ചൂണ്ടിക്കാട്ടിയ എഴുത്തുകാരി ദീപ നിശാന്തിനെതിരെ വിമർശനവുമായി CPM നേതാവ്. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും അശോകപുരം ലോക്കൽ സെക്രട്ടറിയുമായ OM ഭരദ്വാജാണ് ദീപയ്ക്കെതിരെ രംഗത്തെത്തിയത്. ഇന്ത്യ വിഷനിൽ സംപ്രേഷണം ചെയ്ത സരിതയുടെ അഭിമുഖത്തിലെ വിവരങ്ങളാണ് ദീപ നിശാന്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മുകേഷിന് രാഷ്ട്രീയത്തിൽ അവസരം കൊടുത്ത ഇടതുപക്ഷത്തെയും ദീപ നിശാന്ത് പോസ്റ്റിൽ വിമർശിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിന് താഴെയാണ്: നിങ്ങളെപ്പോലത്തെ വേട്ടാവിളിയന്മാർ ചിലരുണ്ട്. ഇടതുപക്ഷ മുഖംമൂടി ധരിച്ചു കിട്ടുന്ന സന്ദർഭങ്ങളിൽ അതിനെ കൂടുതൽ ദുർബലപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക എന്ന പാടി ചെയ്യുന്നവർ എന്നാണ് ഭരദ്വാജ് കമന്റ് ചെയ്തത്. ഇനിയും പറയും, തന്നെപ്പോലെ ഉള്ളവരെ കണ്ടല്ലേ ഞാൻ ഇടതുപക്ഷമായത് എന്ന ബോധ്യത്തിൽ തന്നെ പറയുമെന്ന് ദീപ നിശാന്ത് ഭരദ്വാജിന് മറുപടി നൽകിയിട്ടുണ്ട്. വിവാദമായതോടെ ഭരദ്വാജ് കമന്റ് ഡിലീറ്റ് ചെയ്തു. മുകേഷിന് വേണ്ടി CPM വേണ്ടില്ല. മുകേഷിന്റെ വിശദീകരണ കുറിപ്പിലും പാർട്ടിക്ക് നീരസം. ആരോപണങ്ങളിൽ പെട്ട നടൻ മുകേഷ് MLA-യെ സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ CPM മുന്നിട്ടിറങ്ങില്ല. മുകേഷിന്റെ വിശദീകരണ കുറിപ്പിൽ ഒരു സമുദായത്തെ പ്രത്യേകമായി പരാമർശിച്ചതും CPM നേതൃത്വത്തിന് രസിച്ചിട്ടില്ല. മീനു കുര്യൻ എന്ന് തനിക്ക് പരിചയമുണ്ടായിരുന്ന സ്ത്രീ വിവാഹശേഷം മീനു മുനീർ എന്ന് പരിചയപ്പെടുത്തി വിളിച്ച് ബ്ലാക്ക്മെയിലിന് ശ്രമിച്ചെന്നും ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഈ വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടെന്നും മുകേഷ് വിശദീകരിച്ചിരുന്നു. CPM ടിക്കറ്റിൽ നിയമസഭാംഗമായ ആളുടെ പരസ്യമായ പ്രസ്താവനയിലാണ് സമുദായത്തെ കൂടി വലിച്ചിഴച്ചത്. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന സൂചന മുകേഷിന് പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട്. സ്വമേധയാ അദ്ദേഹം ഒഴിയുന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. സമിതി തന്നെ പുനഃസംഘടിപ്പിക്കാനും സാധ്യതയുണ്ട്. ചലച്ചിത്ര മേഖലയിലെ ശുദ്ധീകരണം സർക്കാരിന്റെ കൂടി ശ്രമഫലമായിട്ടാണെന്ന് വരുത്താൻ CPM ശ്രമിക്കും. കോൺക്ലേവിന്റെ സംഘാടനത്തിലും അതനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. ആരോപണ വിധേയരെ മാറ്റി നിർത്താനാണ് എല്ലാ സാധ്യതയും. പോഷക സംഘടനകൾ MLA സ്ഥാനത്തു നിന്നുള്ള മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിൽ സമരം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞതിൽ BJP CPM അന്തർധാര ആരോപിച്ച് UDF-ഉം രംഗത്തെത്തി.